നിൽക്കവേ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും ഇതിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ത്രിത്വനാമത്തെ നമുക്ക് സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വെടിവെപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അറിയിച്ചത്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. ഇങ്ങനെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവർ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീര രക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിന് മുട്ടുതിമരവുമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്ങളിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. മുട്ടുള്ള മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന്
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുവേ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങൾക്കാக വിരോധമായി പാപം ചുരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തെ ഞങ്ങളിതിനെ വിടുന്നിട്ടില്ല. ഞങ്ങളോട് കണ്ടുണ്ടാകണമേ, ക്ഷമിക്കണമേ, ജന്മസാക്ഷ്യമായ വെളിപ്പാക്കണമേ, ജന്മസാക്ഷിയിലോ നിർത്തണമേ, ക്ഷയിപ്പാൻ പാപം ഞങ്ങൾക്ക് നൽകണമേ. നാമത്തിനായി സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാവഴി കേൾക്കുവിൻ. അധ്വാനിക്കുന്നവരും ഭാരതമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേ പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തിൽ നമുക്ക് പിതാവിനെടുക്കും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോട് സത്യവിശ്വാസത്തോട് തങ്ങളേയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങൾ സകല പാപങ്ങളും ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ദൈവമേ നിനക്കു സ്തോത്രം. അവിടുത്തെ ആത്മാവുടെയും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് ശേഷം 6-ാം ഞായറാഴ്ചത്തേക്കുള്ള സഭയുടെ പ്രത്യേക പ്രാർത്ഥനയും പൊതുവായ അപേക്ഷയും. കൃപയുള്ള രക്ഷിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ജനമായി തിരഞ്ഞെടുക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കുകയും ചെയ്ത അങ്ങയുടെ കൃപ എത്ര വലിയതാകുന്നു. അങ്ങയുടെ വിളിക്ക് ഒത്തവണ്ണം അങ്ങയുടെ ജനങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരിപോഷിപ്പിക്കുവാൻ ഞങ്ങളെ തൽപരരാക്കണമേ. അങ്ങയോടും വിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവവുമായി എന്നേക്കും ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ചുറ്റുമുള്ളവരിൽ അങ്ങയുടെ ആദ്രസ്നേഹം പ്രതിഫലിപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തെ സ്നേഹത്തിൽ നയിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. ദയവായി എല്ലാം വിധിക്കാം. ഇന്നത്തേക്കുള്ള ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾക്കാം. ആദ്യം പഴയ നിയമവേദഭാഗം, തുടർന്ന് സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ.